നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ടും ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞു, സെമി ഫൈനൽ ലൈനപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നടന്ന 2 മത്സരങ്ങളും നമ്മൾ നോക്കുകയാണ്. വിവാദങ്ങൾ ഇന്നും വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ ആ ഗോള്, ആ ഒരു ക്യാമറയുടെ വാരിൽ തട്ടി ഗോൾ കിക്ക് വന്നത്, പിന്നെ ബെല്ലിംഗാം ഒടുവിൽ ആ ഒരു സീക്വൻസിലാണ് ഗോൾ നേടുന്നത്. അതുപോലെ അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ബ്രീൽ എംബോളയുടെ റെഡ് കാർഡിനെതിരെ ഇപ്പോൾ കോച്ച് മുറാദ് യാക്കിൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വിവാദങ്ങൾ വെച്ച് തന്നെ ആദ്യം തുടക്കാമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരം, ആ ഒരു വൈറൽ കൊണ്ട് ബോൾ കിട്ടി, ഇംഗ്ലണ്ട് ഗോളടിച്ചു. അത് കളി തിരിയാനൊരു കാരണമായോ? കളി നോർവേ തന്നെയായിരുന്നു ബോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നോർവേ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പുറകോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നോർവേയുടെ ഭാഗത്ത് ആക്ച്വലി എന്താ പറയുക, നമുക്ക് ഇപ്പം മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു പൊതുവെ നോർവേ. പക്ഷെ ആ ഒരു ഗോള് ആദ്യം നോർവേ ഗോൾ അടിച്ചതും ഒരു അപ്രതീക്ഷിത ഗോളാണ്. ആക്ച്വലി ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ക്ലിയറിങ്ങിലുള്ള ആക്ച്വലി ഒരു വിഷയത്തിൽ നിന്ന് മിസ്റ്റേക്കിൽ നിന്നാണ് ഗോൾ വരുന്നത്. പക്ഷേ എന്നാലും ഇംഗ്ലണ്ട് ആക്ച്വലി എന്ന് പറയുന്നൊന്നും ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു ഗോൾ തിരിച്ചടിക്കാതെ നോർവേ എന്ന് പറയുന്നത് പിന്നെ ഒരു കോമ്പാക്ട് ഡിഫൻസിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള ബോള്, ഇതേപോലെ തന്നെ റിക്കവറി, അതിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം എനിവേ നമ്മൾ അതിലേക്ക്, ആ ഗോളിലേക്ക്, ബെല്ലിംഗാമിൻ്റെ ആ ഗോളിലേക്ക് നയിച്ചതിൽ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ അതിൽ നമ്മളൊരു പറയുന്നുണ്ടായിരുന്നു, ബോളിൻ്റെ സെൻസിറ്റീവ്നെസ് നിക്കോ പ്രകാരം കോണ്ടാക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നുള്ളതെന്നുള്ളതാണ്. വിവാദങ്ങൾ അവിടെ ഉണ്ട്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടെന്നുള്ള. എന്തായാലും ബെല്ലിംഗാമിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ആ ഗോൾ എന്ന് പറയുന്നത്. ആന്റണി ഗോർഡനും അതേപോലെ ബെല്ലിംഗാം കൂടിയുള്ള ഒരു കോംബോ, അതിലൂടെ ബെല്ലിംഗാമിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയാൻ ഗോൾ. തീർച്ചയായിട്ടും ആ ഗോള് മനോഹരമാണ്, ഇതിൽ തർക്കമില്ല. അപ്പോൾ ഈ ഒരു സംഭവമാണ് അതിലൊരു ഷാഡോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ടു മച്ച് ടെക്നോളജി, അതായത് ടെക്നോളജി അങ്ങ് റിലേ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്, അത് ഒരു കളിയുടെ ഒരു ഭംഗി കെടുത്തുന്നുണ്ടോ? ടെക്നോളജിയുടെ കടന്നു വരവ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ടെക്നോളജി അമിതമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കളിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലോ, ഒഴുക്കിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ കണ്ടു, എംബാപ്പയുടെ ഒരു പെനാൽറ്റി കിക്കുമായി ബന്ധപ്പെട്ട് കണ്ടു. നമ്മൾ ഒരുപാട് ടൈം, ഏകദേശം 3 മിനിറ്റോളാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ അതായത് കളിക്കാരുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം കൂടി വന്നിട്ടുള്ളത്. ഒരു പകുതിയൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയണില്ല. അതിനിടയിൽ കളി മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയണില്ല. ഒരു 3 മിനിറ്റ് ബ്രേക്ക്, അതിൻ്റെ ഇടയിലുള്ള ഈ ഓവർ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സമയങ്ങൾ, ലാഗിങ്. നിങ്ങൾ പലപ്പോഴും നമ്മൾ കളിയിലൊക്കെ അറിയുന്നത് സമയം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഹാഫ് ആവുന്നു എന്നുള്ള രീതിയിലാണ് കളികൾ. ഇപ്പോൾ ശരിക്കും ചില സമയങ്ങളിൽ കളി പ്രധാനമായിട്ട് നമ്മൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരു ഫ്ലോയെ ബാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ബ്രീൽ എംബോളയുടെ റെഡ് കാർഡ് കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതൊരു പ്യുവർ സിമുലേഷൻ തന്നെയല്ല, അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം. ഇപ്പോൾ ഈ മുറാദ് യാക്കിൻ ഇവരുടെ കോച്ച് പറഞ്ഞത് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, അതെന്തുകൊണ്ട് നോക്കുന്നില്ല, കണ്ടില്ല, എങ്ങനെയാണ് റഫറിയും വാറും ആ കൺക്ലൂഷനിലേക്ക് എത്തിയതെന്ന് എനിക്കറിയില്ല, ഇന്ന് ഫുട്ബോളല്ല ജയിച്ചത് എന്നൊക്കെ മുറാദ് യാക്കിൻ അവരുടെ കോച്ച്, സ്വിറ്റ്സർലൻഡിൻ്റെ കോച്ച് പറയുന്നുണ്ട്. സോ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അത് ഒരു ക്ലിയർ സിമുലേഷനാണ്. പക്ഷേ ആ എംബോളയ്ക്ക് റെഡ് കാർഡിലേക്ക് എത്തിയ, അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ കാർഡിലേക്ക് എത്തിയ പാത്ത് എന്ന് പറയുന്നത് ബ്രൂട്ടലാണല്ലോ. അതായത് റോങ് ആയിട്ടുള്ള ഒരു തീരുമാനം വേണ്ടി വന്നു, റോങ് ഐഡന്റിറ്റി കിട്ടിയ കാർഡാണല്ലോ ആക്ച്വലി അതിലേക്ക് നയിച്ചത്. അപ്പൊ അത് വേണ്ടി വന്നു അതിലേക്ക് എത്താനെന്നുള്ളതാണ്. അതിപ്പോൾ ഫൗള് വിളിച്ചില്ലായിരുന്നു നോക്കുക, പ്ലേ ഓൺ പറഞ്ഞു നോക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യെല്ലോ കാർഡിൻ്റെ സാധ്യത നോർമലി ഇല്ല അല്ലേ? റഫറി അത് വീണു മെയിൻ ചെയ്യാതെ കളി പ്ലേ ഓൺ എന്ന് പറഞ്ഞ് പോവാണ് സാധാരണ സംഭവിക്കുക. അപ്പുറത്ത് യെല്ലോ കാർഡ് കൊടുത്താണ് ഇഷ്യൂ ആയത്. അതാണ് അവിടെ ആക്ച്വലി നമ്മൾ ആ മഞ്ഞക്കാർഡിൽ കിട്ടേണ്ട മഞ്ഞക്കാർഡിൽ കിട്ടാനും എംബോളൊക്കെ ആക്ച്വലി റെഡ് കാർഡിൽ പുറത്ത് പോകാനുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ എംബോളെ പോലെ ഒരാള് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇത്തരം വാർ ചെക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനൊരു സിമുലേഷൻ നടത്തിയിട്ടുണ്ടാവുക എന്ത് മാനസികാവസ്ഥയിലായിരിക്കും? കാരണം അത് പിടിക്കപ്പെടുന്ന ഉറപ്പല്ലേ? ഇത് ഹീറ്റ് ഓഫ് മൊമെന്റ്സിൽ നടക്കുന്നതാണ്. ഇപ്പോൾ കളിയിൽ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ എത്ര എണ്ണം, ഇപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ പെനാൽറ്റി ബോക്സിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പെനാൽറ്റിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്ലെയേഴ്സിനൊക്കെ അറിയാം, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഹീറ്റ് ഓഫ് മൊമെന്റ്സിൽ ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ ഉണ്ട്, അതിലങ്ങ് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും വിവാദങ്ങൾക്ക് അവസാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. എങ്കിലും മികച്ച 4 ടീമുകൾ തന്നെയാണ്.
സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരത്തിലേക്ക് വരാം. അർജൻറ്റീന പതിവിന് വ്യത്യസ്തമായി ആദ്യ ഗോളൊക്കെ അടിച്ചു, അത് 10 മിനിറ്റിനുള്ളിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അർജൻറ്റീന ഒരു ആധിപത്യമായിരിക്കും എന്നാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡ് നല്ല രൂപത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിന് എങ്ങനെ കാണുന്നു, അതുപോലെ മെക്കലിസ്റ്ററുടെ ഗോള്, അതായത് മെസ്സി ഒരു 8-9 മിനിറ്റ് ബോൾ ടച്ച് ചെയ്യുന്നില്ല, പിന്നെയാണ് ബോൾ കിട്ടുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു കോർണർ, ആദ്യ കോർണർ അത്ര പെർഫെക്ഷൻ വന്നില്ല, രണ്ടാമത്തെ പെർഫെക്റ്റ് ആയിരുന്നു, അത് മെക്കലിസ്റ്റർ ഗോളുമാക്കി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നു? ഫസ്റ്റ് ഹാഫ് അർജൻറ്റീനക്ക് ആദ്യം ഗോൾ കിട്ടി, അതിനുശേഷം ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഒരു സ്ലീപ്പിംഗ് പില്ല് പോലെ തന്നെയായിരുന്നു. വളരെ സ്ലോ, എങ്ങനെ ക്രോൾ ചെയ്തിട്ട് എഴഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഒരു കളിയാണ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് നീക്കം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ 2 ടീമുകൾക്കും ഒരു 3 ഷോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഓൺ ടാർഗറ്റുള്ള ഒരു ഷോട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നത്. അതിൽ എടുത്ത് പറയാനുള്ള രീതിയിലുള്ള ഒരു മൊമെന്റ്സ് എന്ന് പറയാനുള്ള രീതിയിലൊന്നും ഇല്ല പ്രത്യേകിച്ച് എന്നുള്ളതാണ്. പിന്നെന്താ പറയുക, അപ്പോൾ ആ സമയത്ത് പക്ഷേ കളി നിയന്ത്രിച്ചിരുന്ന് സ്വിറ്റ്സർലൻഡ് യാതൊരു സംശയമില്ല. ഫൈനൽ തേർഡിലേക്കുള്ള അങ്ങോട്ട് തിരിച്ചു എന്ന് പറയാൻ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഇരു ഭാഗത്തു നിന്നും പ്രത്യേകിച്ചുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ബോറിംഗ് കളിയായിരുന്നു കാര്യത്തിൽ നടക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയത് തന്നെ കളി ആ ഗോൾ തിരിച്ചടിക്കണം എന്നുള്ളൊരു ആവേശത്തിലായിരുന്നു. എംബോളോക്ക് റെഡ് കാർഡ് കിട്ടുന്നത് വരെയുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ കളി എങ്ങനെ കാണുന്നു? യെസ്, ആ കളിയെ ആക്ച്വലി ഒന്ന് ഓവർടേൺ ചെയ്തത്, ഗതി മൊത്തം മാറ്റിയത് എംബോളോ കിട്ടിയുള്ള റെഡ് കാർഡാണ്. അപ്പം അതുവരെ എന്ന് പറയുന്നത് ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന് അനുകൂലമായിട്ട് തന്നെയായിരുന്നു. അതേ രീതിയിൽ ആ കളി നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു അർജൻറ്റീന ആദ്യ ഗോൾ അടിച്ചു, അപ്പോഴും കളിയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക, ഇപ്പോൾ അർജൻറ്റീനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ട് നോക്കൗട്ട് സ്റ്റേജുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് കാണുന്ന ഒരു അർജൻറ്റീന അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അർജൻറ്റീനക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് 10 പെടുന്ന ടീമിനെ ആക്ച്വലി ഇതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതൊരു പ്രധാന കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. നമ്മൾ ഒരു 3 നോക്കൗട്ട് സ്റ്റേജ് കളികളിൽ 2 നമ്മൾ എക്സ്ട്രാ ടൈം വേണ്ടി വന്നു. അതായത് 120 മിനിറ്റാണ് അവർ കളിച്ചത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സെമിയിലേക്ക് ഇതേപോലെ തന്നെ ഇനി വരുമ്പോൾ എന്താണ് അവരുടെ നമ്മൾ സ്റ്റാമിന, അതേപോലെ തന്നെ എന്താ പറയുക ശാരീരിക ഫിസിക്കാലിറ്റി ഒക്കെ എന്താണ് നമ്മൾ കണ്ടറിയണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെയാണ് കളി വരുന്നത്. എനിവേ കളി ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്താണ് ആ റെഡ് കാർഡ് വരുന്നതും പിന്നെ ആ ഒരു മൊമെൻറ്റം മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും ആ ഗോള് അതിമനോഹരമായിരുന്നില്ല. നമ്മുടെ എൻഡോയുടെ ഗോള് അത് നല്ല രൂപത്തിൽ റോഡ്രിഗസ് ബോൾ കൊടുക്കുന്നു, ഒരു 1-1 കളിക്കുന്നു, കയറുന്നു, നമ്മുടെ എമിയുടെ കാലിനിടയിലൂടെ പോകുന്നത്. എമി മാർട്ടിനസ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് മൊമെന്റം പൂർണ്ണമായിട്ടും സ്വിറ്റ്സർലൻഡിനൊപ്പം എന്ന് തോന്നിച്ചൊരു ഗോളും കൂടിയല്ലേ. ആ ഗോളിന് എങ്ങനെയാണ്? നല്ല ഗോളാണ്, നല്ല ഒന്നാന്തരം ഗോളാണ്. ഒരു ടീം ഗോള്, ക്രോസും അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായും ചെയ്തു. അത് ഫിനിഷ് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ഫിനിഷിൽ. ആ ബോളുമായിട്ട് അദ്ദേഹം അതിലൂടെ വന്നിട്ട് അത് തടുക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഷോട്ടും കൂടിയായിരുന്നു. അതുതന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം അതുവരെ സ്വിറ്റ്സർലൻഡാണ് രണ്ടാം പകുതിയിൽ കളി അവർ പിടിച്ചു. അവർ ഇനി 11 പേര് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ജയിക്കും എന്ന് തോന്നിച്ച തരത്തിലാണ് അതുവരെ കളിച്ചത്. പക്ഷേ എംബോളോയുടെ റെഡ് കാർഡ് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതുകൊണ്ട് വീണ്ടും അത് വിശദീകരിക്കാൻ പോകുന്നില്ല. അതിനുശേഷം 10 പേരായി നിന്നിട്ടും സ്വിറ്റ്സർലൻഡ് കളി, കാരണം 72ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു റെഡ് കാർഡ് കിട്ടുന്നത്. എന്നിട്ടും കളി എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അർജൻറ്റീനക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? അതാണ് അർജൻറ്റീനയുടെ ഒരു വീക്ക്നെസ് ആണ് അതിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അർജൻറ്റീന ഇപ്പോൾ ഈ കഴിഞ്ഞ 2 നോക്കൗട്ട് നമ്മൾ കണ്ടു. കേബോ വെർദെയോട് ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു ഗോൾ അടിച്ചതിന് ശേഷം അവരെ കളിക്കാൻ അനുവദിക്കുന്നു. അതേപോലെ തന്നെ പിന്നെ നമ്മളത് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ജയത്തിലേക്ക് വരുന്നു. പിന്നെ കഴിഞ്ഞ കളിയിൽ അവസാന നിമിഷം ഈജിപ്തിനായിട്ട് 2 ഗോള്, അത് എക്സ്ട്രാ ടൈമിൽ എത്തേണ്ടതായിരുന്നു. അതേപോലെ എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ തന്നെ ചിലപ്പോൾ ഗോൾ അടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം അതെനിവേ അതും അതൊരു എസ്കേപ്പ് ആയിരുന്നു. പിന്നെ ഈ ഒരു കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഗോൾ അടിച്ചതിന് ശേഷം പറഞ്ഞ പോലെ നമ്മൾ അർജൻറ്റീന ഗോൾ അടിച്ചതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക എന്താണ്, ഈ കഴിഞ്ഞ കളികളിൽ നിന്നൊക്കെ ഒരു പാഠം പഠിക്കുക. ഒരു കാര്യത്തിൽ അർജന്റീനയെ സംബന്ധിച്ച് ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മൾ ഡിഫൻസ് ഒന്നുകൂടി ഡീസൻ്റ് ആയിരുന്നു കമ്പാരേറ്റീവ്ലി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഡീസൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് ഉണ്ടായിരുന്നു. അതേപോലെ മെക്കലിസ്റ്ററൊക്കെ എന്ന് പറയുന്ന ഡിഫൻസ് മിഡ്ഫീൽഡിലൊക്കെ ഒന്നുകൂടി നന്നായിട്ട് കളിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗോൾ അടിച്ചതിന് ശേഷവും
പിന്നെ ഉണ്ടാവില്ല നമ്മൾ എന്താ പറയുക ഒരു ലീഡ് വർദ്ധിപ്പിക്കുക. അപ്പൊ അതിനുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഗോൾ അടിച്ചതിന് ശേഷം അങ്ങനെ വല്ല പോവുക. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ ബോൾ മടക്കിന് ശേഷം അവര് ഒരു ഷൂട്ടൗട്ടിലേക്ക് എത്തിയാൽ അവര് കണ്ടന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അർജന്റീനയുടെ ഒരു സമീപനം വളരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ശരിക്കും അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ സ്വിറ്റ്സർലൻഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവർ 90 മിനിറ്റ് കടന്നു എക്സ്ട്രാ ടൈമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സക്സസ് എന്ന് പറഞ്ഞത്. പിന്നത്തെ എക്സ്ട്രാ ടൈമിൽ എന്തായാലും അർജന്റീന ഗോൾ അടിക്കുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിക് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതല്ലേ ശരിക്കും എക്സ്ട്രാ ടൈമിൽ അർജന്റീനയ്ക്ക് രണ്ടാമത്തെ ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ ഈ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് അവർ സമനിലയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രം കിട്ടിയതാണ് ലൗട്രോയുടെ ആ ഗോളൊക്കെ. പക്ഷേ ഹൂലിയൻ്റെ ഗോൾ കിടിലൻ ഗോളായിരുന്നു. അപ്പം ഈ ഒരു എക്സ്ട്രാ ടൈമിൽ നമുക്കിതില്ല. എക്സ്ട്രാ ടൈമിൽ അർജന്റീന ജയിച്ച് കയറാനുള്ള പ്രധാന കാരണം ഈ ന്യൂമറിക് അഡ്വാൻറ്റേജ് അല്ലേ? എക്സ്ട്രാ ടൈമിൽ ന്യൂമറിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂമറിക് അഡ്വാൻറ്റേജ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ആദ്യം 10 മിനിറ്റ് ഗോൾ അടിച്ചിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഐ മീൻ ആളുകളുടെ എണ്ണം കുറഞ്ഞ കാര്യം പറയുന്നത്. ഓക്കെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സോ ആ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞാണെങ്കിൽ അത് എപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് വന്നപ്പോൾ അങ്ങനെ. പക്ഷെ അത് നമ്മൾ ഹൂലിയൻ ആൽവരസ് കളിച്ചിട്ട് ഗോള് അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് കിട്ടിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അവർ ഫുള്ള് ഡിഫൻസീവ് ലൈനിൽ നിൽക്കുന്ന ബോക്സിന് പുറത്ത് നിന്ന് ഈ ടൂർണമെന്റിൽ നിന്ന് ഏറ്റവും മികച്ച ഗോളുകളൊന്നാണ് ആൽവരസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ടൂർണമെന്റ് ഫിഫ വേൾഡ് കപ്പ് 26 തുടങ്ങിയ അർജന്റീനയുടെ ആദ്യ മത്സരം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ്, ഇവിടെ മെസ്സി ഇല്ലാതെ വേറെ ആരാണ് ഗോൾ അടിക്കാന്, എവിടെയാണ് ആൽവരസ്, എവിടെ ലോത്തറസ് എവിടെയാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ മത്സരങ്ങൾ പുരോഗമിക്കുന്നു, അതങ്ങനെ എവിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ആക്ച്വലി എന്ന് പറയും, ഇന്നാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴാണ് ആ സമയം ഏറ്റവും ആവശ്യമുള്ള സമയത്ത് മെസ്സി ഗോൾ അടിക്കാത്തൊരു കളിയിൽ, ഇപ്പോൾ 9 കളി തുടർച്ചയായിട്ട് മെസ്സി ഗോൾ അടിച്ചു. മെസ്സി ഗോൾ അടിക്കാത്തൊരു കളിയിൽ രണ്ട് സ്ട്രൈക്കർമാരും ഗോൾ അടിച്ചു എന്നുള്ളതാണ്. അത് ലൗട്രോയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ലൗട്രോയുടെ ഗോൾ കൂടി വന്നപ്പോൾ അത് പെർഫെക്റ്റ് ആയി. ഹൂലിയന്റെ ഗോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ അതൊരു ന്യൂമറിക് അഡ്വാൻറ്റേജ് എന്ന് കിട്ടിയാന്നൊന്നും പറയാനില്ല. അത് ഒരു വേൾഡ് ക്ലാസ് ഗോളാണ്. കാരണം അവരെല്ലാവരും ഡിഫെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴും അത് അടിക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം തന്നെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്, ആരും തടയാൻ വന്നില്ല എന്നുള്ളത്. അതൊരു ശരിയാണ്, ആരും ക്ലോസ് ഡൗൺ ചെയ്യാനുണ്ടായിരുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് കടക്കുന്നത്. എന്നാലും അർജന്റീന വേൾഡ് കപ്പ് ഒക്കെ നേടുകയാണെങ്കിൽ, ഇത്തവണ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ പതിറ്റാണ്ടുകളോളം ഒരു പക്ഷേ ഇങ്ങനെ കഥ പറയുന്ന കൂട്ടത്തിൽ പറയേണ്ട ഒരു ഗോളാണത്. ഏറ്റവും മനോഹരമായ രൂപത്തിൽ തന്നെ അടിച്ചു. അടുത്ത ഗോൾ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വിറ്റ്സർലൻഡ് എങ്ങനെയെങ്കിലും കളി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഗോൾ മടക്കിയേ പറ്റും, അവർക്ക് വേറെ വഴികളില്ല എന്നുള്ള രൂപത്തിൽ ആക്രമിക്കുമ്പോൾ വന്നൊരു ഗോളാണ്. എന്നാലും ലൗട്രോ ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഒരു ആശ്വാസമല്ലേ ഇപ്പോൾ സ്കലോനി കൊടുക്കേണ്ടത്. സ്ട്രൈക്കർമാർ രണ്ടുപേരും ഗോൾ അടിച്ചു എന്നുള്ളത് ഒരു എറർ കൂടിയാണ് അതിൽ നിന്ന് എന്താ പറയാ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഗോള് അർജന്റീന മൂന്നാമത്തെ ഗോളല്ലേ അടിച്ചത്. മൂന്നാമത്തെ ഗോള് ആക്ച്വലി എന്താ പറയാ അൽമഡ കൊണ്ടുപോയിട്ടുള്ള ഗോളാണ്. അതിൽ അൽമഡ ശരി ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ടച്ചിൽ ശരിക്കും കുറച്ചുകൂടി ഒന്ന് കോബലിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വന്നു. അങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യുന്നത് ലോത്താരോ. അവിടെ ആക്ച്വലി മെസ്സിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു ഗോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് കിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ലോത്താരോ അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ആശ്വാസം അർജന്റീൻ ആരാധകർക്കും കൊടുക്കുന്നതാണ്. സ്ട്രൈക്കർമാർ ഗോൾ അടിക്കുന്നില്ല എന്നുള്ളതിന് ഇന്ന് പ്രശ്നം തീർന്നു. അതും 2 ഓപ്പൺ പ്ലേ ഗോളുകൾ തന്നെ. ഓപ്പൺ പ്ലേ ഗോളുകൾ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ അവർ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സെറ്റ് പീസുകൾ അർജന്റീനക്ക് ഇത്തവണ വലിയ രൂപത്തിൽ അവർ അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. കോർണറുകളിൽ നിന്ന് ഗോൾ അടിക്കുക, ഫ്രീ കിക്ക് ഗോൾ അടിക്കുക. ഇന്നും കോർണറിൽ നിന്ന് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു. മെസ്സിയുടെ ഒരു സാന്നിധ്യം ടീമിന് ഒരു അനുഗ്രഹമാകുന്നത് അത്തരത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് ആൽവരസ് ഗോൾ അടിക്കുന്നവരെയുള്ള സമയങ്ങളിൽ അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതിൽ മെസ്സിമയം, മെസ്സി അർജന്റീന ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഗോള് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെസ്സിയുടെ കോർണർ. ഇതിനു മുമ്പ് നമ്മൾ ഗോൾ കോൺട്രിബ്യൂഷൻ അർജന്റീന നോക്കുകയാണെങ്കിലും അതുപോലെ ഗോൾ അടിച്ചൊക്കെ മെസ്സി. അപ്പൊ ഇതിലും ഇതേപോലെ ഇങ്ങനെ തന്നെയാണ്. ആ 1-1 മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിൽ വേറെ ഒന്നും ഇല്ല. അതായത് കോർണർ അടിക്കണമെങ്കിൽ മെസ്സി വേണം, ഫ്രീ കിക്ക് വേണമെങ്കിൽ മെസ്സി വേണം. അപ്പോൾ ഗോൾ അടിക്കാനെന്നുണ്ടെങ്കിലും മറ്റുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ അസിസ്റ്റുകളൊക്കെ മെസ്സി വേണം. ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഡെഡ് ബോൾ ഇതേപോലെ കോർണറിൽ നിന്ന് കഴിഞ്ഞ കളികളിലും ഇതേപോലെ തന്നെ നമുക്ക് മെസ്സിയുടെ കോർണറിൽ നിന്നാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെഡ് ബോളുകൾ
അല്ലെങ്കിൽ സെറ്റ് പീസുകളിൽ നിന്ന് അർജൻറ്റീനയ്ക്ക് ഇപ്രാവശ്യം ഗോളുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് അവർ സത്യത്തിൽ ഒരു പരിധി വരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും അർജൻറ്റീന കളി ജയിച്ചു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനലാണല്ലോ. അപ്പോൾ ഈ കളി മതിയോ ഇംഗ്ലണ്ടിനെതിരെ അർജൻറ്റീനയ്ക്ക്? നമ്മൾ പറഞ്ഞു വന്ന സംഭവമാണ് അർജൻറ്റീന എസ്പെഷ്യലി നോക്കൗട്ടിൽ അർജൻറ്റീന കാഴ്ചവെക്കുന്നത് സ്ട്രഗിളിങ് എന്നുള്ളതാണ്. മുടന്തിയിട്ടാണ് പോകുന്നത്. അത് നമ്മൾക്ക് ഇപ്പോൾ കളി കണ്ട ആർക്കും മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വളരെ കട്ട അർജൻറ്റീന ഫാനായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവും അർജൻറ്റീന ടീം വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നതെന്നുള്ളത്. കാരണം അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് ത്രൂ അറ്റാക്ക് എന്നുള്ള രീതിയിലാണ്. കാരണം ഫുള്ളി ഡിപ്പെൻഡൻ്റ് ഓൺ മെസ്സി. നമ്മൾ പറഞ്ഞതാണ്, മെസ്സി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളിയിൽ ഇപ്പോൾ ആൽവാരസും ലോത്തറസ് ഓപ്പൺ ഗോൾ അടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇത് എണ്ണം കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ആൽവാരസിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ, ഫുൾ സമയം മുഴുവൻ കളിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഒന്നുകിൽ ജൂലിയൻ ആൽവാരസ് ഇറങ്ങും, അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലോത്തര വരും. ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഫോർമേഷനിലും മാറ്റം വരുത്തി രണ്ടുപേരെ ഒരേ സമയം കളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു അറ്റാക്കിംഗ് ലൈനാണ്. ഒരേ സമയം ഇരു വിങ്ങുകളിൽ ഇവരൊക്കെ നിർത്തിയിട്ട് ഡെമ്പലിനെയും ഇപ്പുറത്ത് ഒക്കെ നിർത്തിയിട്ടുള്ള കളിയാണ്. അപ്പോൾ അതേ രീതിയിൽ 3 പേരെയും നിർത്തിയിട്ടുണ്ടെന്ന് ഒരേ സമയം നിർത്തി കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമണം ഒരു രക്ഷ ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിലവിലെ അർജൻറ്റീനയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഗോളടിയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഡിഫൻസൊക്കെ കുറേയൊക്കെ ഇന്നൊക്കെ ചെയ്തിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാക്കലിസ്റ്റർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഡീപോളിൻ്റെ ഭാഗം ഒന്നുകൂടി റെഡി ആവാനായിട്ട് പ്രശ്നങ്ങൾ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. ടഗ്ലിയാഫിക്കോ പിന്നെ വിങ്ങിലൂടെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നില്ല, ബാക്കിലേക്ക് വന്നിട്ട് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. മുന്നിലേക്ക് അറ്റാക്കിങ്ങിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈജിപ്തിനെതിരെ കളിയിലും കുറഞ്ഞ സമയം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, ഹൂലിയനും ലൗത്തറവും ഒരുമിച്ചുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസ് പിന്നീടാണ് നടക്കുന്നത്. ഏതായാലും ഇതിൽ ഈ ഒരു ആശ്വാസം അർജൻറ്റീനയ്ക്ക് വരുന്നത് ഈ സ്ട്രൈക്കർമാരുടെ ഗോളടിയിലാണ്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇംഗ്ലണ്ടിനെതിരെ വലിയ ഹ്യൂമിലിയേഷൻ ആവുമോ? അതല്ല വലിയ ഈ വിജയം ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുകയാണെങ്കിൽ വലിയ ആത്മവിശ്വാസമായിരിക്കും ഫൈനലിന്. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത്? ഇങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ജൂലിയൻ ആൽവാരസ് ഗോൾ അടിക്കുന്നതിന് മുമ്പ് വരെ എങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എത്തിപ്പെട്ടാൽ തന്നെ ഒരു ഗോളിലൂടെ ഒക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പോലെ ടീമായിട്ട് നിലവിൽ സാഹചര്യത്തിൽ എങ്ങനെയാണ് കളിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെ ഇനി ഫൈനലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള ടീമുകൾ, ഇപ്പോൾ ക്വാളിറ്റി ടീമുകൾ സ്പെയിൻ, ഫ്രാൻസ് പോലുള്ള ടീമുകളായിട്ടൊക്കെ എങ്ങനെയാണ് അർജന്റീന പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇവർ ഈ അവസാന നിമിഷം ഇവർ 2 പേര് ഗോളടിച്ചപ്പോൾ ഇവർക്ക് ആക്ച്വലി എന്താ പറയുക, കാലിൽ കളിയുണ്ട്, ഗോളടിക്കാൻ പറ്റും. അത് എന്താണ് ടൈമിൽ വരാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മെസ്സി ഒരു ഭാഗത്തുള്ളത് കൊണ്ട്, പക്ഷെ മെസ്സി ആക്ച്വലി എന്താ പറയുക അർജൻറ്റീനയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് മുഴുവനായിട്ട് കൂടുതലായിട്ട് ചെയ്യും. തങ്ങളിലേക്ക് കൂടുതലായിട്ട് റോളൊന്നുമില്ല അതിൽ ഒതുങ്ങുന്നതാണോ? എനിക്ക് ആ രണ്ടാമത്തെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ലോത്തറോ മാർട്ടിനസ് അടിച്ച ഗോൾ ഉണ്ടല്ലോ, ആ അടിച്ച ഗോള് ഒരു പക്ഷെ എന്താ പറയുക ഒരു മെസ്സിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെസ്സിക്കോടെ കുളിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലോത്തോര അത് മൈൻഡ് ചെയ്ത് മെസ്സി ഗോ ഫിനിഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് സെൽഫിഷ് ആകാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടീമിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് ബോൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോർച്ചുഗലിനെ സംബന്ധിച്ചുള്ള പ്രശ്നം വന്നത് അതാണ്, അവിടെയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോക്ക് മാത്രം അങ്ങനെ രീതിയിലൊക്കെ ഒരു പ്രഷറും ബോളും ഒക്കെ വന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ള പ്രഷർ വന്ന് മൊത്തത്തിൽ എന്ന് പറയുന്നത് ടീം തന്നെ ഒരു ജെല്ലാവല്ലാത്ത രീതിയിൽ അവസ്ഥ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം അതെ, അപ്പോൾ അവരുടേതായ രീതിയിൽ കഴിയുന്ന രീതിയിൽ ഗോളടിക്കാൻ പറ്റുന്നിടത്ത് ഗോളടിക്കാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആൽവരസിന് കഴിയും, ലോതറോ മാർട്ടിനസിന് കഴിയും. 2 പേരും പിന്നെ ലോതറോ ഇപ്പോൾ ഇന്റർ മിലാന് കളിച്ചുകൊണ്ടിരിക്കുന്ന കളി നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റാൾ അത്ലറ്റിക്കോ മാഡ്രിഡിലും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കളിക്കാൻ കഴിയാനിട്ടല്ല, അപ്പോൾ ടൈമിൽ കറക്റ്റ് സമയത്ത് അത് നമ്മളത് പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് നിർണായകമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന ആര് ജയിക്കും?
ഒരുപാട് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് റൈവൽറി ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന എന്ന് പറയുന്ന 6ാമത്തെ തവണയാണ്. 1962, 1966, 1966 ഇംഗ്ലണ്ട് ജേതാക്കളായ അതിൽ ക്വാർട്ടർ ഫൈനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ 1806, 1986. അപ്പോൾ അതിന് വേറൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ള വേറൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. ഫോക്ലാൻഡ് വാർ 1982, 82 കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും അതൊരു സിംബോളിക് ആയിരുന്നത് 86. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ ഇംഗ്ലണ്ട് അർജന്റീന ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡോമിനൻസ് ശരിക്കും ഇംഗ്ലണ്ടിനാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ 6 വിജയം ഉള്ളത്. ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ ഇവർ പരസ്പരം കളിച്ചതിൽ 3-1 അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു 86 ക്വാർട്ടർ ഫൈനലിൽ ഫോക്ലാൻഡ് വാറിന് ശേഷം നടന്നതിൽ മറഡോണയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് നമ്മൾ 2 ഗോൾ അടിച്ച് അല്ലേ അതിൽ ജയിച്ചു. പിന്നെ അതിനുശേഷം 1998 അത് 2-2 അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന അതിലുണ്ടായിരുന്ന ബെക്കാമിന്റെ റെഡ് കാർഡ്, പിന്നെ അതേപോലെ തന്നെ പെനാൽറ്റികൾ, ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കോൺട്രവേഴ്സി പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് ജയിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ട് ഇങ്ങനെയുള്ള കളികളിൽ പെനാൽറ്റി ഷൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യലി അത് ഡ്രോ ആയിട്ടാണ് കണക്കാക്കുക മത്സരങ്ങൾ. അപ്പോൾ അത് 2-2 വന്ന് ഷൂട്ടൗട്ടിലൂടെ അർജന്റീന കയറി എന്നുള്ളതാണ്. പിന്നെ അഗൈൻ 2002, 2002 അത് ഗ്രൂപ്പ് സ്റ്റേജിലാണ് അത് ഇംഗ്ലണ്ട് ജയിച്ചു. അന്ന് ബമ്പൻ ടീമായിട്ട് വന്ന അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. അപ്പൊ ഇങ്ങനെ ഒരു വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും ഒരു റൈവൽറി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അർജന്റീന. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടായിട്ട് വരുമ്പോൾ അർജന്റീനക്ക് പ്രത്യേക ഒരു പ്രാവശ്യം ഒന്നുകൂടി എനർജി കൈവരുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണണം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആധുനിക ഫുട്ബോളിൽ ഇപ്പം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ കൂടി എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോ കപ്പിലാണെങ്കിൽ ഇപ്പോൾ 2020, 2024 ഈ 2 യൂറോ കപ്പിൽ അവർ ഫൈനലിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർ ഫ്രാൻസിനായിട്ട് ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്നത് ശരിക്കും ഡോമിനേറ്റ് ചെയ്തിട്ടാണ് അവർ ശരിക്ക് അത്ര നല്ല കളിയാണ് ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ട്, ഫ്രാൻസിനായിട്ട് കളിച്ചില്ലേ ക്വാർട്ടർ ഫൈനൽ. 2018 സെമി കളിച്ചുകൊണ്ടു 2018 വേൾഡ് കപ്പ് അതേ 2000 ക്വാർട്ടർ ഫൈനലിൽ 2022 ക്വാർട്ടർ ഫൈനലിലും കളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിനായിട്ട് തോറ്റിട്ടുണ്ട്. അപ്പം നല്ല കളി, അതായത് ഇത് ഏകദേശം ഹാരി കീനും നമ്മളിപ്പോൾ ബെല്ലിംഗാം ഒക്കെ അടങ്ങുന്ന ടീം അതാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും നല്ലൊരു ടീമാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇംഗ്ലണ്ട്. നല്ല കോൺഫിഡൻസിലാണ് ഉള്ളത്. ഇപ്പോൾ മെക്സിക്കോയിട്ടുള്ള കളി കഴിഞ്ഞു, ഒരു ക്ലാസിക് പോരാട്ടം, അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് കളിച്ചിട്ടുള്ള നോർവേയായിട്ടുള്ള കളി ഒക്കെ. ഇപ്പോൾ ഇങ്ങനെ കണ്ടീഷനിൽ ഇപ്പോൾ നിലവിൽ എന്താ പറയുക, അപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് കാണുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് തന്നെയാണ്. പക്ഷേ ആ കളി വരുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഒരു വാശി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സാധ്യത. നമുക്കത് വേറെ വിശദമായിട്ട് തന്നെ പ്രിവ്യൂ പറയേണ്ട വിഷയമാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ അർജന്റീനയ്ക്ക് കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊരു ഊർജ്ജം ഉൾക്കൊള്ളാനുണ്ട്, ആവേശം ഉൾക്കൊള്ളാനുണ്ട്. അത് കളത്തിൽ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശകലനങ്ങളായിട്ട് വീണ്ടും കാണാം.